ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. പണിപ്പുര ടാസ്കുകളിലെ രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഇപ്പൊ ലൈവിൽ നടന്നത്. ഓരോ ടീമും ആക്ടിവിറ്റി ഏരിയയിൽ ഓരോ മൃഗങ്ങളെ തെരഞ്ഞെടുക്കണം. എന്നിട്ട് ആ തെരഞ്ഞെടുത്ത മൃഗത്തിന്റെ പിന്നിലായിട്ട് പോയി നിൽക്കണം. ടീം ബി ആണ് ഇന്ന് ഇപ്പോൾ ടാസ്ക് ചെയ്തത്. ശാരികയായിരുന്നു പാമ്പ്. വിഷം ചീറ്റുന്ന വ്യക്തിയാണ് എന്ന് വളരെ പ്രൗഡായിട്ട് സ്വയം പറയുന്നുണ്ട് ശാരിക. നല്ല കാര്യം. പിന്നെ നോവിച്ചു വിട്ടാൽ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബിന്നിയാണ് ഈച്ചയെ തെരഞ്ഞെടുത്തത്. OCD ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് എടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ ബിഗ് ബോസ് ഭാവത്തിനെ നിരാശപ്പെടുത്തി. ശല്യമുണ്ടാക്കുന്ന ഈച്ചയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. വേറുള്ളതൊന്നും ഫ്രീ അല്ലാത്തത് കൊണ്ട് ഈച്ച ബിന്നിയുടെ തലയിൽ വീണു. അപ്പാനിയാണ് കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണ്ടാമൃഗത്തെ അപ്പാനി തെരഞ്ഞെടുക്കുന്നത്. രേണുസുതിയാണ് ആമ. പയ്യെ ഓടുന്നതിന്റെ ഒരു സിംബോളിസമായിട്ടാണ് ആമയെ എടുത്തത്. ഗിസേലാണ് പട്ടി. വളരെ ലോയൽ ആയിട്ടുള്ള ജീവി ആയതുകൊണ്ടാണ് പട്ടിയെ തെരഞ്ഞെടുത്തത്. ഷാനവാസ് സിംഹത്തെ തെരഞ്ഞെടുത്തതിൽ പറഞ്ഞ റീസൺ, ഞാൻ എതിരാളികളെ ഗുരുതരമായിട്ട് ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. നൂറയാണ് എലിയെ എടുത്തത്. ഒനിയിലാണ് കുറുക്കൻ. ശൈത്യാണ് ഓന്ത്. ഇവരിത് പറഞ്ഞതിന് ശേഷം ടീം ബി വന്നിട്ട് ഗസ് ചെയ്യുന്നുണ്ട്. അനീഷാണ് പറയുന്നത് ടീം ബിക്ക് വേണ്ടി. പാമ്പ് ശൈത്യാണെന്നാണ് അവർ ഗസ് ചെയ്യുന്നത്. ചവിട്ടുമ്പോൾ വിഷം ചീറ്റി അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ശൈത്യ പാമ്പ്. തെറ്റാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള രണ്ടെണ്ണവും തെറ്റിക്കുന്നുണ്ട്. ഷാനവാസിനെ കാണ്ടാമൃഗമായിട്ട് ഇവര് പറയുന്നുണ്ട്. അക്ബറും അനീഷും എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ കാണ്ടാമൃഗം എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. പിന്നെ അപ്പാനിയെ പട്ടിയായിട്ട് പറയുന്നുണ്ട്. കൊരയ്ക്കും പട്ടി കടിക്കത്തില്ല എന്നും പിന്നെ ലോയൽ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയെ പട്ടിയായിട്ട് പറയുന്നുണ്ട്. ഈച്ച ഒനിയലാണെന്ന് പറയുന്നുണ്ട്. അതും തെറ്റ്. കിച്ചൺ സൈഡിലും വാഷ്റൂം സൈഡിലും ഒക്കെ പോയി ഇരിക്കുന്നത് കൊണ്ട് ഒനിയിൽ ഈച്ച, അതും തെറ്റി. വളരെ ടാക്ടിക്കലായിട്ട് പറഞ്ഞതാണ്, പക്ഷെ തെറ്റിച്ചു. ജിസേല് സിംഹമാണെന്നും പിന്നെ ബിന്നി കുറുക്കനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതും തെറ്റി. രേണു ആമയാണെന്ന് പറയുന്നതും പിന്നെ നൂറ എലിയാണെന്ന് പറയുന്നത് മാത്രം, ഇത് രണ്ടും മാത്രം കറക്റ്റ് ആയിരുന്നു. ഏറ്റവും വലിയ കോമഡി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാച്ചിങ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫൈനലായിട്ട് പറഞ്ഞപ്പോഴാണ്, ബിഗ് ബോസിനോട് പറഞ്ഞപ്പോഴാണ് തെറ്റിച്ചത്. ഒനിയിൽ കുറുക്കനാണെന്നൊക്കെ കറക്റ്റായിട്ട് ആരൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ ഇവർക്ക് പോയിന്റ് ഒന്നും ലഭിച്ചില്ല. അങ്ങനെയാണ് ടീം ബിക്ക് 2 പോയിന്റുകൾ ലഭിച്ചത്. ടാസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തത് അനീഷിന്റെ ഒക്കെ ടീം ബി ആണെന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ഇത്രയുമാണ് പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.